ഒരു ദിവസം നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കണം അല്ലേ? ഒരു ശരിക്കും പറഞ്ഞാൽ സുബി ഒരു കോടിക്കരുത്തിയൊന്നും അല്ല. ആരും എന്നെ വിളിക്കണം കൂടിയില്ല. എന്തെന്നാ പറയാ, അവര് വിളിച്ചിട്ട് എന്നോട് എന്താ പറയണേന്നാണ് അവരുടെ ചിന്ത. എങ്ങനെയാ ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാതെ പറ്റില്ലല്ലോ. ഇനിയിപ്പോ പോകാതെ പറ്റില്ല. അന്നൊക്കെ എനിക്ക് മരിച്ചാൽ മതി എന്നൊരു തോന്നലായിരുന്നു. ഇനി നമ്മളത് ആ ഒരു റിയാലിറ്റി നമ്മളെ അവളും ചിന്തിച്ചിട്ടില്ല, ഞാനും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ അറിയായിരുന്നു തോന്നണം. അവർക്കൊക്കെ ഡൗട്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും കാലൊക്കെ മഞ്ഞ കളറായി ഇങ്ങനെ വന്ന്. സുബിയുടെ ബ്രദറിനാണെങ്കിലോ അതിനറിയില്ല, അതിനെ അറിയിക്കാൻ പറ്റില്ല. അതിന് സുബിയുടെ അത്ര ധൈര്യമൊന്നുമില്ല. അത് ഇന്നെ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് തന്നെ ഇത് പറഞ്ഞിട്ടല്ല കൊണ്ടുവന്നതെന്നാ പറയണേ. അവനെ വേറെ കണ്ടു പോവാന്നും പറഞ്ഞ് ഇവര് വിളിച്ചെണീപ്പിച്ച് രണ്ടുപേരും കൂടെയും അവരമ്മയും വൈഫും കൂടെ വിളിച്ചെണീപ്പിച്ച് എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോകാം എന്നും പറഞ്ഞ് വരുവാ. ഇത് വന്ന് അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കന്നേരം വന്നതും അങ്ങനെ ഓർമ്മയില്ല. അപ്പം അവിടെ കിടന്ന് അവിടെ വന്ന് ഇവരെല്ലാവരെയും കൂടെ കണ്ടപ്പോൾ അവന് ഡൗട്ടായി. പിന്നെ അവനെ കൺട്രോൾ ചെയ്യാനായിരുന്നു പാട്. ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ കൊച്ചിനെ ജീവനോടെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഞാൻ പറഞ്ഞ ഇവനെ കുറച്ച് ദിവസത്തേക്ക് വിടാൻ പറ്റില്ല. ഇവള് പോകുമ്പോൾ വണ്ടി ഓടിക്കണം. ഈ പുള്ളി മസ്കറ്റിലൊക്കെ കിടന്ന് വണ്ടി ഓടിച്ചേക്കണം. അപ്പോൾ സ്പീഡിൽ വിടും. അതവൾക്ക് പേടിയാ. അപ്പൊ അവള് പറയും ചക്കു ആണെങ്കിൽ മോനാണെങ്കിൽ അവൾക്ക് ഭയങ്കര കംഫർട്ടാണ്. അതെന്ന് വെച്ചാൽ അവനെങ്ങനെയാന്ന് വെച്ചാൽ ഇവള് ഉറങ്ങണവരേക്കും പതുക്കെ ഓടിച്ചുകൊണ്ട് പോകും. അത് കഴിയുമ്പോൾ സ്പീഡിൽ വിടും. അങ്ങനെ ആയിരുന്നു. അപ്പൊ മോനാണ് പിന്നെ കൂടെ നിന്ന് വെച്ചത്. രണ്ടു വർഷത്തോളം മോൻ കൊണ്ടാടുന്നു എല്ലായിടത്തും. അപ്പൊ എങ്ങനെയാ ഇപ്പം ഈ ഹോസ്പിറ്റലിന്റെ സമയത്താണെങ്കിലും രാജുവങ്കളും ഈ പറയണ ഇവരെല്ലാവരും കൂടെ ഉണ്ടെന്ന്, പിന്നീട് അങ്ങോട്ടുള്ള കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു നോർമൽ ലൈഫിലേക്ക് എത്തിച്ചതും, അറ്റ്ലീസ്റ്റ് നമുക്കൊരു നിങ്ങളെ ഒരു ഭക്ഷണം കഴിക്കുന്ന 3 നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചതും, ആ ഒരു കൈ പിടിച്ച് കൂടെ നിർത്തിയതും ഒക്കെ അത് ആരൊക്കെയാണ്? അത് എൻ്റെ പ്രോബ്ലം അങ്ങനെ തന്നെയാണ്. ഞാനും ഭക്ഷണത്തോട് ഭയങ്കര അപ്പൊ ആദ്യം ഇങ്ങനെ തന്നെ അവിടെ കൺമുമ്പിൽ സുബിയുടെ നമ്മൾ കണ്ടതല്ലേ. ഞാനും ഭക്ഷണം കഴിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് അത് എന്നെ ചെറുപ്പം മുതൽ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അത്രയും മതി, അങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് വല്ല വിറ്റാമിൻ ടാബ്ലറ്റുകളോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഞാനും കഴിക്കാൻ ഇത്തിരി പുറകോട്ടാണ്. അവള് പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ള മുമ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് വന്നേച്ച് ഇവിടെ അച്ഛനും മോളും കൂടെ കൂടി അടുക്കളയിൽ കയറും. പിന്നെ രാത്രി മുഴുവൻ ഇവര് കുക്കിംഗ് ആണ് രണ്ടുപേരും കൂടെ. അപ്പൊ ഇവര് തലേദിവസം പ്ലാൻ ചെയ്യും, നാളെ നമുക്ക് ഇന്നത് ഉണ്ടാക്കാം ഒക്കെ. രണ്ടുപേരും കൂടെ ചെയ്തോളും, എനിക്ക് നോക്കണ്ട അങ്ങോട്ട്. അവർ രണ്ടുപേരും കൂടെ അടുക്കളയിൽ കിടന്ന് വർത്താനം പറഞ്ഞ് രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യലും ഒക്കെ. അന്നൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ 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 ആണ് കഴിക്കല് കുറഞ്ഞു വന്നത്. പക്ഷെ ഇപ്പോഴും ആദ്യം വീണ്ടും അതേ പാത തന്നെ നമ്മളിപ്പോ കൺമുമ്പിൽ കണ്ടിട്ടേ നമ്മളത് എക്സ്ക്യൂസസ് മെനയല്ല. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നിടത്തോളം കാലം ഇരിക്കാൻ നമ്മൾ നോക്കണ്ടേ ഇല്ലേ? നമ്മളെ ചുറ്റിപ്പറ്റി മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുമല്ലോ ഇപ്പൊ തന്നെ. ഇനി എന്താ ആരോഗ്യമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മോനൊക്കെ സെറ്റിലായി, മോനൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്നോട് അവിടെ കുളപ്പുള്ളിയിലാണ് അവിടെ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു, എടി നിനക്കിനി ഒരു മകനും കൂടി ഉണ്ട്, അതിനൊരു കുഞ്ഞുണ്ട്, അത് നോക്കണം. എൻ്റെ 2 മക്കളുണ്ടായത് മരിച്ചു പോയതാ. 2 പ്രാവശ്യം ഒരു കല്യാണം കഴിച്ചു, 2 ഭർത്താക്കന്മാരും മരിച്ചുപോയി. അപ്പോൾ ഇതൊക്കെ ഞാൻ സഹിക്കണില്ലേ? എനിക്കിനി എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഈ അടുത്ത ദിവസം മരിച്ചു. ഞാൻ പോയിട്ടുണ്ടായി. അന്ന് പോയില്ല, മരിച്ച വീട്ടിലൊന്നും ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ പറയുക, എപ്പോഴും എന്നെ വിളിക്കുകയോ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞു, നീ ആ കൊച്ചിന് വേണ്ടി ജീവിക്കേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുകയും. പുള്ളിക്കാരത്തി ആദ്യം മുതൽ എനിക്കൊരു ഞാനൊരു നോർമലായ അവസ്ഥയിലായിരുന്നില്ല. കാരണം ഞാൻ ചിന്തിച്ചിട്ടില്ല നമ്മൾ ഇത്രയൊക്കെ ചെയ്യണില്ലേ, ഇത്രയും ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഇത്രയും മെഡിക്കൽ എല്ലാം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ അതൊക്കെയായിരുന്നു പുള്ളിക്കാരത്തേക്ക് അവിടെ കിടന്നിട്ട് ഞാൻ ഈ മാസം മുഴുവൻ ഞാൻ ജോലിക്ക് പോയിട്ടില്ല. എങ്ങനെ അമ്മ ലോൺ അടയ്ക്കും,
അതൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി പുറത്ത് എല്ലാവരോടും പറയുമ്പോൾ പറയും ഞങ്ങൾ ഭയങ്കര വെൽ സെറ്റിൽഡാണ്, ആരുടെ മുമ്പിൽ താഴാൻ ഇഷ്ടമില്ലായിരുന്നു, വെൽ സെറ്റിൽഡാണ്. അപ്പോൾ രമ്യക്ക് തന്നെ ആലോചിച്ചറിയും ഇവിടെ എന്തോരം പേര് 10, 40, 50 വർഷം ജോലി ചെയ്തിട്ടൊരു വീടില്ലാത്ത ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നമുക്ക് പക്ഷേ കുട്ടിപ്പട്ടാളത്തോടു കൂടി സുബി ഒന്ന് രക്ഷപ്പെട്ടു. ഒന്ന് ഫിനാൻഷ്യലി അവളൊന്ന് സെറ്റ് ആയിരുന്നു ആ സമയത്ത്. കുട്ടിപ്പട്ടാൾ അതൊന്നും ഒരു വാടകയ്ക്കല്ലേ താമസിക്കണേ. അതെ, എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് മന്ത്ലി ഒരു ഇൻകം വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. കുട്ടിപ്പട്ടാളം കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിഷാരടി പറഞ്ഞു ഇനി നിന്റെ റേഞ്ച് കൂടി, നീ പണ്ടത്തെ പോലെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒന്നും എങ്ങും പോകരുതെന്ന് പറഞ്ഞ് പിഷാരടി കൊണ്ടുപോകണ പ്രോഗ്രാമിനെല്ലാം പിഷാരടി കാശ് കൂട്ടി തുടങ്ങി. അപ്പൊ അതുവരെയൊക്കെ എനിക്ക് ട്രൂപ്പ് ഉണ്ടായി. ഞാൻ പിന്നെ ട്രൂപ്പ് അങ്ങ് നിർത്തി. ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ട്രൂപ്പ് നിർത്തി, ഡാൻസ് ഗ്രൂപ്പൊക്കെ പിരിച്ചുവിട്ട്. അപ്പോൾ പിഷാരടിയൊക്കെ അന്ന് ഞാൻ പോണ പ്രോഗ്രാമിന് സാജുക്കൊടിയൻ, സാജും പള്ളുത്തി ഇവരൊക്കെ വന്നുകൊണ്ടിരുന്ന വെച്ചതാണ്. ഞാനൊരു എനിക്ക് തോന്നുന്നു ഒത്തിരി സ്റ്റേജുകൾ ഒരു 10 കൊല്ലത്തോളം അതും ചെയ്തു. ഇവളുടെ ഒരു പേരുള്ളത് കൊണ്ടാണ് നമുക്ക് ആ പ്രോഗ്രാം പിടിക്കാൻ പറ്റണത്. അങ്ങനെ പിടിച്ചൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ വീട് മേടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായുള്ളൂ. പോയി വീട് മേടിച്ചത് 65 ലക്ഷം രൂപയുടെ വീടാണ് മേടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഇങ്ങോട്ട് ഇതാവുമല്ലോ. അപ്പോൾ അമ്മ എന്ത് കണ്ടിട്ടാണ് ഈ കളിക്കണം, അമ്മ എന്താ ഇങ്ങനെ കാണിക്കണേ, ഈ രൂപയ്ക്ക് വീട് കിട്ടും, അമ്മ എന്തിനിപ്പോൾ ഈ വീടിന് പോയി അഡ്വാൻസ് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഒരു ആഗ്രഹമല്ലേ വീട് മേടിക്കണമെന്ന്, അത് ഞാൻ മേടിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചിട്ടേക്കണത് ഉണ്ട്. അത് ദൈവം അറിഞ്ഞ പോലെ ഞാനിപ്പോൾ ഇന്ന് 3 മാസത്തേക്ക് എഗ്രിമെൻ്റ് എഴുതി 10 ലക്ഷം രൂപ കൊടുത്തിട്ട്. എഗ്രിമെൻ്റ് എഴുതിയിട്ട് ഞാൻ ആ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്കിട്ട് വരുമ്പോൾ തന്നെ വിളി വന്നു, ഇവിടെ ഒരാൾ വന്ന് നിൽക്കണു, സ്ഥലം വേണമെന്ന്. ആ സ്ഥലം പോയി 15 സെൻറ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് ഇവർക്ക് 10 ലക്ഷം രൂപയോളം ഞങ്ങൾ പിന്നെ വീട്ടിൽ മുടക്കി. 20 ലക്ഷം രൂപയും കൊടുത്ത് ബാക്കി 40 ലക്ഷം രൂപ ലോണും കൊടുത്ത് മേടിച്ച്. അങ്ങനെയാണ് വീടുണ്ടായത്. വീട് ഉണ്ടാവണമെന്നൊക്കെ കൂടെ ഒരു സ്വപ്നമായിരുന്നു. സ്വന്തം വീട്ടിൽ കിടക്കണമെന്ന്, കുറേ അതിൽ വാടകയ്ക്ക് താമസിക്കണം, സ്വന്തം വീട്ടിൽ കിടക്കണമെന്നൊരാഗ്രഹം. അതൊക്കെ എന്തോ എങ്ങനെ ആ വീട്ടിൽ നിന്നൊക്കെ അതായത് കൊച്ചിനെങ്ങനെ പോകാൻ പറ്റിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോഴും ആ വീട്ടിലല്ലേ നിങ്ങൾ താമസിക്കുന്നത്? വരാപ്പുഴയില് അല്ലേ? ഇപ്പൊ എത്ര നാൾ അവൾ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്? 8 വർഷം താമസിക്കുക. 8 വർഷം താമസിച്ചു. അപ്പൊ ആ വീടിന്റെ അടുത്തുനിന്നാണോ അവള് കോവിഡ് സമയത്തൊക്കെ കൊറേ വെജിറ്റബിളിന്റെ ഇതൊക്കെ? അത് അതിന്റെ മുമ്പില് ഞങ്ങളുടെ സ്ഥലമല്ല അത്. പക്ഷെ അവളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ള അയച്ചു തന്നിരുന്നു. ആ സമയത്ത് നിങ്ങള് അമ്മയും ആന്റിയും അവളും കൂടെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഇത്, ഞങ്ങളിതാ കൃഷി ഇത് ചെയ്യാട്ടോ, ഇന്നത്തെ ഞങ്ങളുടെ ഇതിലുണ്ടായതാണിത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ നിങ്ങളുടെ പറമ്പിൽ നിന്നുള്ള. അത് മുമ്പിലൊരു 6 സെന്റ് ഒരാൾ വാങ്ങി, വലിയ കാശുകാരനാണ് പുള്ളി. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, അവിടെ കാട് കയറി കിടക്കൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് നേരമില്ല ഇതിന്. അപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി റിട്ടയർഡ് ആയിട്ടിരിക്കുക. പുള്ളിയാണ് അതിൻ്റെ അകത്ത് പണി. ഇപ്പം ഞങ്ങളൊന്നും നോക്കാറില്ല, പുള്ളിയാണ് അതിൻ്റെ അകത്ത് എല്ലാം ചെയ്യണത്. എന്നിട്ട് അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം പുള്ളി സകലതും നോക്കണത്. എല്ലാം ഉണ്ടാവണമെന്നും ആർക്കും എല്ലാവർക്കും എല്ലാ വീട്ടുകാർക്കും കൊടുക്കും, അങ്ങനെയൊക്കെ. ഈ ഒരു വീട്ടിൽ നിന്നല്ലേ അവളിപ്പോ ലാസ്റ്റ് ആ പ്രോഗ്രാമിനും പോയത്? പിന്നെ ആസ്പത്രിയിലേക്ക് പോയത് നടന്ന് കാറേ കയറിയിട്ട് അല്ല, അതിന് തൊട്ട് മുമ്പേ ഒരു പ്രോഗ്രാമിന് പോയില്ലേ? ജാർഖണ്ഡിലല്ലേ പോയത്? ആ സമയത്തും ഹെൽത്ത് മോശമായിരുന്നു. അപ്പോഴും ആന്റി നീ പോണ്ട പ്രോഗ്രാമിന്, നീ ഇവിടെ ഇരിക്കും. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ലല്ലോ. ജാർഖണ്ഡിലായിരുന്നു. ജാർഖണ്ഡിൽ പോകണ്ടെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു. അപ്പം അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ ഡോക്ടർ പറഞ്ഞു പോയിക്കോ, കുഴപ്പമില്ല എന്ന്. അപ്പോൾ അവള് പറഞ്ഞു ഡോക്ടർക്ക് അറിയണേലും കൂടുതൽ അമ്മയ്ക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചു പോയതാണ്. നമ്മളിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ. പക്ഷെ പിന്നീട് അങ്ങോട്ടിരുന്ന് എപ്പോഴെങ്കിലും ആന്റി എങ്ങനെയെങ്കിലും എനിക്ക് അവളെ പിടിച്ച് നിർത്താമായിരുന്നു, അവളെ വിടേണ്ടിയിരുന്നില്ല എന്ന്. അങ്ങനെ നിർത്താൻ പറ്റില്ല പുള്ളിക്കാരത്തിന്. അങ്ങനെ പറയും പുള്ളിക്കാരത്തി. സ്റ്റേജ് പ്രോഗ്രാം മാത്രമായിട്ടാ, അതല്ലേ സിനിമ പോലും ചെയ്യൂല. സ്റ്റേജ് പ്രോഗ്രാം മാത്രമായിട്ടാ അത് പോയി ചെയ്തിരിക്കും. അപ്പം വിചാരിക്കണത് ജാസി ഗിഫ്റ്റ് ഉണ്ട്, മറ്റേ ഇവരെല്ലാവരും ഉണ്ട്, അവർക്ക് പൈസ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതൊക്കെയാണ് അന്നേരം ചിന്തിച്ചത്. ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പലരുടെയും ഇതേപോലെ ഒരു അനുഭവത്തിൽ നിന്ന് ചിലർ പറയുന്ന ഒരു കാര്യമാണ്,
ഒരിക്കലും അൺയൂഷ്വൽ ആയിട്ട് അവർ ചെയ്യാതിരുന്ന ഒരു കാര്യം, അവർക്ക് എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും, എനിക്ക് സമയമായി, എനിക്ക് പോവാറായി എന്നൊരു ഇത് കാരണം അവർ ചിലപ്പോൾ ആ അവസാന നിമിഷം അവർ എന്താ പറയാ, അവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ചെയ്യും. അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ മരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തേക്കണം കേട്ടോ, ഒരിക്കലും പറയാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം വരുമ്പോൾ അവർ പറയുന്നു എന്ന് അങ്ങനെ അങ്ങനെ കുറേ പേരുടെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും സുബിക്ക് ഒരു അങ്ങനെ ഒന്നും ഫീലോ? ഉണ്ടായില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ഇതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ച് ശ്വാസം മുട്ടുവന്ന് അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മോനോട് പറഞ്ഞു, നേരെ നിങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുക, വീട്ടിലേക്ക് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. എവിടെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കും. അവൻ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒരുക്കി വെച്ചുകൊണ്ടിരുന്നിട്ടും പിറ്റേ ദിവസമേ പോയുള്ളൂ. അന്നേരമാണ് ശ്വാസം മുട്ടിന് അവിടെ കുറച്ച് ദിവസം കിടന്നു എന്ന് പറഞ്ഞത്. മരുന്നൊക്കെ കൊണ്ടുവന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടായില്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടായില്ല. ഇപ്പം അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാവുന്നൊരു മട്ടിലേക്കൊക്കെ വന്നു, അതും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വന്നതല്ലേ. അതെ, അവൾ ഒരിക്കലും അങ്ങനെ ഓർത്ത് ചിന്തിച്ചിട്ടില്ല അല്ലേ? അങ്ങനെ അല്ല, അപ്പോഴും അവിടെ കിടന്നുകൊണ്ടും വേറെ പല പ്രോഗ്രാംസും അവിടെ ഇവിടെ ഏറ്റേക്കണേൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കണേ. രാഹുൽ എന്തൊക്കെയോ പ്രോഗ്രാം ഏറ്റിട്ടുണ്ടായി, ദുബായിൽ പോകാൻ ഏറ്റിട്ടുണ്ടായി. പിന്നെ ഈ വർഷം വീണ്ടും അമേരിക്ക ചെയ്യാനിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഏറ്റിട്ടുണ്ടായി അവൾ പ്രോഗ്രാംസൊക്കെ. അവിടെ കിടന്നുകൊണ്ട് അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയില്ല. കാര്യത്തിൽ എപ്പോഴും സംസാരിക്കുന്നത് പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളും. സ്റ്റേജ് ഷോ മാത്രമേ ചെയ്യുള്ളൂ, സിനിമയൊന്നും വന്നാൽ ചെയ്യാറില്ല സാധാരണ. എന്ന് വെച്ചാൽ സിനിമയിൽ നമുക്ക് വേണ്ടി ഒരു ഡേറ്റ് വരില്ല, ഒരു വലിയ നടന്മാർക്ക് വേണ്ടിയല്ലേ ഡേറ്റ് വരിക. അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേജ് ഷോ മുടങ്ങിപ്പോയാലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് എനിക്ക് സ്റ്റേജ് ഷോ മതി, സിനിമ വേണ്ടെന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ KS പ്രസാദ് വന്നിട്ട് എൻ്റെ അടുത്ത്, അവിടെ പലരും സിദ്ദിഖും ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ മരിച്ചുപോയ സിദ്ദിഖില്ലേ, സംവിധായകൻ സിദ്ദിഖും പറഞ്ഞു, ഇവള് കയറി വന്നേണ്ട ഇനിയായിരുന്നു ഇവളുടെ ടൈം. ഫിലോമിന ചേച്ചിയും കൽപ്പനയൊക്കെ പോയതിന് പകരം ഇനി ഒരാളുണ്ടായതാണ്, ഇവക്കൊരു ടൈം വന്നേ ഉണ്ടായുള്ളൂ എന്ന് പറയും, എപ്പോഴും പറയും. അതുപോലെ KS പ്രസാദ് പറഞ്ഞു, കോമ്പയറിങ്ങിന് നമുക്ക് രഞ്ജിനി വിളിക്കും, ആരെങ്കിലും വിളിക്കാം, ഡാൻസിന് നമുക്ക് ആരെങ്കിലും വിളിക്കാം, സ്കിറ്റ് ചെയ്യാൻ ആരെങ്കിലും വിളിക്കാം. ഇത് മൂന്നും കൂടെ ഇവിടെ ഒരാളെ കൊണ്ടുപോയാൽ നടക്കും, ഇതെല്ലാം ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു സങ്കടം, അവർക്ക് എല്ലാവർക്കും സങ്കടമാണ്. ഇപ്പം ആരും എന്നെ വിളിക്കണം കൂടിയില്ല, എന്തെന്നാ പറയാ, അവർ വിളിച്ചിട്ട് എന്നോട് എന്താ പറയണേന്നാണ് അവരുടെ ചിന്ത. എങ്ങനെയാ ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോണത്? പോകാതെ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ പോകാതെ പറ്റില്ല. അന്നൊക്കെ എനിക്ക് മരിച്ചാൽ മതി എന്നൊരു തോന്നലായിരുന്നു. പക്ഷെ ഇപ്പം കൊച്ചുണ്ട്, അപ്പം അതാണ് എൻ്റെ ഒരു ഇവളെ പോലെ തന്നെ ഇരിക്കണ ഒരു കൊച്ച്. ആ കൊച്ച് ഉണ്ടാവും വീട്ടിൽ. അവരവിടെ രണ്ടുപേർക്കും ജോലിയുണ്ട്, അവർ കിടക്കാൻ മാത്രമേ പോകുള്ളൂ. കൊച്ചിനെ അംഗൻവാടിയിൽ ആക്കിയിട്ടുണ്ട്, അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. പിന്നെ ഇതിൻ്റെ കളികൾ കൊണ്ടാണ് നമ്മൾ അത് കുറേയൊക്കെ മറന്നു പോണത്. അത് സുബിയുടെ എല്ലാ സ്വഭാവവും അതിനുണ്ട്. അതെ, അവളെ തന്നെ, അവളുടെ അതേ സ്വഭാവം, അവളുടെ അതേ ടേസ്റ്റും കാര്യങ്ങളും അങ്ങനെയല്ലേ? ഈ ചെറുതിനെ വെച്ചിട്ടായിരുന്നു കുറെയൊക്കെ അവളുടെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ പറഞ്ഞ കേൾക്കാത്തോണ്ട് ചെറുതിനെ വെച്ചിട്ടായിരുന്നില്ലേ നിങ്ങൾ കുറേ കാര്യങ്ങള്? അതെ, ആ കൊച്ച് ഇവളെ പോലെ തന്നെയാന്ന് പറയാൻ കാര്യം, ആ കൊച്ചു കഴിഞ്ഞ ദിവസം ഞാൻ കാറിലിരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആരാണ്ട് മരിച്ച കാര്യം പറയുവാണ്. അപ്പോൾ ഒരു ഇത് വന്നിട്ട് അതിനപ്പോഴത്തേക്ക് കൊച്ചിന് അന്ന് ശരിക്കും 1.25 വയസ്സേ ഉള്ളൂ ഇവള് മരിക്കുമ്പോൾ. എന്നിട്ട് എന്നോട് ചോദിക്കണം, മൂക്കി പഞ്ഞു വെച്ചാ? അപ്പം ആരോ മരിച്ചായിരുന്നു, വച്ച്. അപ്പോൾ എന്നോട് പറയാണ്, അന്നേരത്തെ ഓർമ്മ, അതെന്ത് ബ്രില്യൻ്റാണെന്നാണ് ഞാൻ ആലോചിക്കണേ. അന്നേരത്തെ ഓർമ്മയിൽ അതെന്നോട് പറയാണ്, സുബി ഇങ്ങനെ കിടന്നു, എന്നിട്ട് സുബിയുടെ മൂക്കി പഞ്ഞു വെച്ചു, ഞാനും ഉമ്മ കൊടുത്തു, ഞാനും അമ്മയും അച്ചാമ്മയും ഒക്കെ കരഞ്ഞു എന്നൊക്കെ അത് പറയണേ. ഇപ്പോഴാണ് അതിൻ്റെ ഓർമ്മ ഉള്ളിൽ അത് ഉണ്ട്. അന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല, വർത്താനം പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അവളുടെ ഓർമ്മയിൽ അതൊക്കെ ഉണ്ട്. എപ്പോഴും വന്നിട്ട് സുബിയുടെ എല്ലാ ഫോട്ടോസും നോക്കിയിട്ട് ഓരോന്ന് പറയും. അവൾക്കൊന്നും മനസ്സിലായി സുബി മനസ്സിലായി അത് ഈ പ്രായത്തിലെ മനസ്സിലായി. അതിന് ഇപ്പൊ 3.25 വയസ്സായി. അതിനെല്ലാം ചെറിയ അതിപ്പോ സുബിനെ അതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്.
അത് കുറെ നാളൊക്കെ വന്ന സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോ സുബിയുടെ സാധനങ്ങൾ കാണുമ്പം, സുബിയുടെ റൂമിലേക്ക് കയറുമ്പം കുഞ്ഞ് സുബിയുടെ റൂമിലൊന്നും ഞാനൊന്നും കയറാറില്ലോ. വല്ലപ്പോഴും ഒരു അടിച്ചു തൂക്കാനൊരു പെണ്ണ് വല്ലപ്പോഴും ആഴ്ചയൊക്കെ കൂടുമ്പോൾ വരും. അന്നേരം അവരൊന്നും തൂത്തു അയാൾക്ക് ആരാ ഞങ്ങളൊരു രണ്ടുപേരും മാത്രമല്ലേ വീട്ടിലുള്ളൂ. ഒരു റൂം 3 ബെഡ്റൂം വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അത് അതൊക്കെ അങ്ങനെ അങ്ങനെ തന്നെ ഇട്ടേക്കണം. ഡ്രസ്സുകളൊക്കെ പിന്നെ ഞാൻ കുറേയൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഈ ഒത്തിരി ഇതായ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും സാധാരണ മനുഷ്യന് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റാത്ത സൈസ് കുറേ ഡ്രസ്സുകൾ ഇരിപ്പുണ്ട്. ബാക്കിയൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഇപ്പോഴും ആണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കാതെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓ, എന്തൊരു വേദനയാ അത്. നമ്മള് അല്ലേ, ഒരു അമ്മയുടെ അല്ല, വേദന. ഞാൻ ആ മുറിയിലേക്ക് കയറാറില്ല. അത് ഞാൻ അന്ന് ആ കട്ടിലൊക്കെ അങ്ങനെ വിരിച്ചിട്ടേക്കണം. അപ്പോൾ ഇവർ കല്യാണത്തിന് വേണ്ടിയിട്ട് മരം എടുത്ത് കട്ടിൽ പണിത് വലിയ ബെഡ് മേടിച്ചിട്ട് വന്നു. ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് ഞാൻ സെറ്റ് ചെയ്യണേണ്. അപ്പം അവള് പറഞ്ഞു, അമ്മേ ഈ കട്ടിലേക്ക് പൊക്കോണം, ബെഡും കൂടെ പൊക്കോ. ഇപ്പം എനിക്ക് കയറാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് പഴയ കട്ടിൽ തന്നെ ഇട്ടിട്ട് അവിടെ കിടക്കും. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാനത് എടുത്ത് കളഞ്ഞു വെച്ച് പറഞ്ഞു, ഇനി നീ ഇതിൻ്റെ അകത്ത് കിടന്നാൽ മതി എന്ന് പറയും. ഞാൻ വീഴുവമ്മയെന്ന് പറയും. വീഴുവൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ എല്ലാം ഞങ്ങൾ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് തന്നെയായിരുന്നു. അത് കല്യാണം കഴിക്കാവുന്നൊരു ഇതിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് പിന്നെ അതല്ലേ നമ്മൾ ഇത്രയും കാലം മോഹിച്ചത്. രാഹുൽ ഇപ്പൊ എങ്ങനെയാ? രാഹുൽ ഇടയ്ക്ക് വരും വീട്ടിൽ. രാഹുൽ ഓക്കെ ആയോ? രാഹുൽ ഓക്കെ എന്ന് വെച്ചാൽ രാഹുലിന് എന്നും പ്രോഗ്രാം ഉണ്ട്. കലാഭവൻ്റെ കോർഡിനേറ്റർ കണ്ട പുള്ളി. പിന്നെ സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് പുള്ളി അങ്ങനെ പോകും. തിരക്കുകളില് പലതും മറക്കാൻ സഹായിക്കുന്നുണ്ട് തിരക്കുകൾ അല്ലേ? അപ്പോൾ വരും വീട്ടിലെപ്പോഴും വരും. എന്നെ മിക്കവാറും ദിവസം എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ വിളിക്കും. എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും വേണ്ട മോൻ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വന്ന് കണ്ടാൽ മതി എന്ന് പറയും. സുബിയുടെ ചിരിച്ച മുഖം നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ സുബി ഒരു കോമഡിക്കാരത്തിയൊന്നും അല്ല. സുബി എന്ന മൈക്ക് കിട്ടിയ സ്റ്റേജിൽ അവൾക്ക് ആ രൂപത്തിലേക്ക് എത്തുമ്പോൾ അവൾ അങ്ങ് വേറെ ഫേസ് ആണ്. അതുവരെ വേറൊരു സുബിയാണ് നമ്മൾ കണ്ടത്. നമുക്കൊക്കെ അറിയാലോ, ഒത്തിരി ഷോസ് ആ ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ അതാവുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവളുടെ റോൾ ഇതിലേക്ക് എത്തുന്നു കഴിഞ്ഞാൽ വേറൊരു ഫേസ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ ഒരു ചിരിച്ച മുഖം ഇങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി കാണണമെന്ന് വിചാരിക്കില്ല. അങ്ങനെ വിചാരിച്ചാലും എനിക്ക് തന്നെ ആലോചിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് അവസാനത്തെ ആ ഒരു നേരത്തേക്ക് അവളുടെ കുറച്ചും കൂടെ അതിന് വീർത്ത് രാഹുൽ പറയണത് അവളുണ്ടായിരുന്നെങ്കിൽ 365 ദിവസവും പ്രോഗ്രാം ആയേനെ എനിക്ക്. ഇപ്പം അവനൊന്ന് പ്രോഗ്രാം ഉണ്ട്, ഒരു ട്രൂപ്പ് വിലക്കെടുക്കുകയൊക്കെ ചെയ്തു. എന്താ പറയുക, അവള് വന്നേ പിന്നെ എനിക്ക് നിലത്തിരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അതുവരെ ഇങ്ങനെ പ്രോഗ്രാമൊന്നും ഉണ്ടായില്ല. ഇപ്പം പറയും ഇവള് ഭയങ്കര ഐശ്വര്യമുള്ളതാ, ഇവള് വന്നേ പിന്നെ എനിക്ക് എന്നും പ്രോഗ്രാമാണെന്ന് പറയും. ശരിക്കും ഞാനും അന്ന് മഞ്ജു ചേച്ചിയുടെ കൂടെ ശരിക്കും നമ്മൾ ഒരാൾ വിളിച്ചിട്ടേ എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണം, എനിക്ക് എവിടെയാ ചേച്ചി, എനിക്കൊന്ന് മനസ്സ് തുറക്കണമെന്ന് പറയുമ്പോൾ പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ മരണം കേൾക്കുമ്പോൾ മഞ്ജു ചേച്ചി പറയാം, ഞാൻ അതിൽ നിന്ന് എത്ര സമയം എടുത്തു എനിക്കും അതിനകത്തുനിന്നൊന്ന് മാറാനായിട്ട്. ഇവൾക്ക് എന്തായിരിക്കും എന്നോട് പറയാനുണ്ടായിരുന്നിരിക്കുക, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു. ഹോസ്പിറ്റലാണെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടായില്ലല്ലോ. ഇതിങ്ങനെ എഴുതി കാണിച്ചപ്പോ എല്ലാരും ഞെട്ടിപ്പോയി. സത്യം, എല്ലാരും ഞെട്ടിപ്പോയി. ഞാൻ ആ സമയത്ത് ദുബായിലാ. ഞാനൊക്കെ ഇത് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു ഞെട്ടലായിരുന്നു ആ സമയം. നമുക്ക് ഇങ്ങനെ വിറയ്ക്കായിരുന്നു നമ്മൾ. വെറുതെ പറയണാണോന്ന് ഈ മലയില് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ വരുമല്ല, വെറുതെ പറയണമെന്ന് അറിയാൻ വേണ്ടി എന്തോരം പേരാണ് വിളിച്ചുകൊണ്ടിരുന്നതെന്നറിയോ. ഇപ്പോഴും ഉണ്ട് എനിക്ക്. അത് പിന്നെ എൻ്റെ UK ഒരു കുട്ടിയുണ്ട്, ഇവളുടെ സീനിയറായിട്ട് പഠിച്ചതാന്നാ പറയണേ. ഇതിന് ശേഷമാണ് ആ കുട്ടി വീട്ടിൽ വന്നു UK അതും എൻ്റെ ഹസ്ബൻഡും കൂടെ വന്ന്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ 30-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ഓർത്ത് വിളിച്ച് വിഷ് ചെയ്ത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ബൊക്കെയൊക്കെ അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടു. അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ്. സുബിക്ക് പരിചയവുമില്ല ആ കൊച്ചിനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളില്ലേ അമ്മയ്ക്ക്, അമ്മ മോളേന്ന് തന്നെ വിളിച്ചാൽ മതി, ഞങ്ങളുണ്ട് അമ്മയ്ക്ക്. വേണമെങ്കിൽ അമ്മയുടെ അപ്പുറം കിടക്കുന്ന സ്ഥലം മേടിച്ച് ഞങ്ങൾ വീട് പണിയാന്ന് ഒരാ കൊച്ചു എൻ്റെ ഭർത്താവും പറഞ്ഞു. അത്രയും അങ്ങനെ എനിക്ക് വേറെ മക്കളെ കിട്ടി കുറേ പേര്. അതെ, സുബി കാരണം മക്കളെ പോലെ ഇരിക്കുന്ന വേറെ കുറേ പേര് അല്ലേ. ഇന്നിപ്പോ എങ്ങനെയാ നിങ്ങള് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതായിക്കോട്ടെ, മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതും ഒക്കെ
അതെങ്ങനെയാ, എവിടുന്നാ? അത് ചെയ്യണം. അത് ഇപ്പൊ ഇനി ചെയ്യാനായിട്ട് ഇനി റിയൽ എസ്റ്റേറ്റിലേക്കൊന്നും ഇറങ്ങാനുള്ള ഒരു ഇത് മനസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. പക്ഷെ ജീവിക്കണ്ടേ അമ്മ, പക്ഷെ നമുക്കും ജീവിക്കണ്ടേ? അമ്മ യൂട്യൂബ് ചാനലൊന്നും മുന്നോട്ട് കൊണ്ടായിക്കൊള്ളാന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു ഇത് നടക്കണം. അത് ഫേസ്ബുക്കിൽ അങ്ങനെ തന്നെ അത് കാണാതെ പോയി, ഹാക്ക് ചെയ്തെന്ന് തോന്നണം, അതങ്ങനെ പോയി. ഫേസ്ബുക്കില്ല. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ പേരിൽ തുടങ്ങിയിട്ടുണ്ട് അവർ. എന്നിട്ട് ഇരിക്കണ വീഡിയോ, അവൾ എടുത്ത വീഡിയോ ഉണ്ട് ജാർഖണ്ഡിൽ നിന്ന് എടുത്ത്, അത് ഇപ്പോഴും എനിക്ക് ഇടാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഒത്തിരി പേര് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഹെൽപ്പ് വല്ലതും വേണമെങ്കിൽ പറയണമെന്ന് എല്ലാവരും പറഞ്ഞു. മന്ത്രി പി രാജീവ് ഉൾപ്പെടെ വന്ന് പറഞ്ഞു, നമ്മൾ ആരുടെയും ഹെൽപ്പും വാങ്ങിച്ചില്ല, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായാലും എൻ്റെ കടങ്ങൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ജീവിച്ചാൽ പോരെ, അതിന് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും അവളായിട്ട് ചെയ്തു വെച്ച യൂട്യൂബിൽ എന്തൊക്കെയോ ഉണ്ടല്ലേ, അതെന്താ ആന്റി? അത് ഇനിയിപ്പോ ഇടാൻ തോന്നണില്ല, അതാണ്. എന്തൊക്കെയായിരുന്നു അത്? ജാർഖണ്ഡിൽ എടുത്ത 2 വീഡിയോ ഉണ്ട്, പിന്നെ കൊച്ചിൻ്റെ ചോറൂണ് എടുത്തതുണ്ട്, കൊച്ചിന് വിദ്യാരംഭം എടുത്തതുണ്ട്. അല്ല, വിദ്യാരംഭത്തിന് അവളില്ല, അത് വേറെ, അത് വീഡിയോ എടുത്ത് ഇരിപ്പുണ്ട്. പിന്നെ രാഹുലും അവളും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ കൂടെ നടന്ന് ചിരിച്ച് കളിച്ച് വർത്താനം പറയണതൊക്കെ അങ്ങനത്തെ കുറേ ഉണ്ട്. എയർപോർട്ടിൽ വെച്ച് ഇവർ നടക്കണതുണ്ട്, അങ്ങനത്തെ കുറേ വീഡിയോസ് ഇരിപ്പുണ്ട്. അതെന്താ അന്ന് അവളത് അപ്ലോഡ് ചെയ്യായിരുന്നത്? അതല്ല, ഇല്ല, അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലായി. എടുത്തു വെച്ച് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്നോട് ചോദിക്കും, അമ്മ വീഡിയോ അപ്ലോഡ് ചെയ്താ? അതല്ലല്ലോ ഇപ്പൊ നമുക്ക് നോക്കണ്ടേന്ന് പറയും ഞാൻ. അപ്പൊ ഇതിപ്പോഴും അത് അങ്ങനെ ഇരിക്കുകയാണ്, അതല്ല. ഇപ്പൊ അത് എൻ്റെ പേരിലൊരു ഫേസ്ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്, എനിക്കൊന്നും തോന്നണില്ല അങ്ങോട്ട് ചെയ്യാനായിട്ട്. സുബി ഇന്റർവ്യൂ ചെയ്ത് ഇപ്പം വേറൊന്നും കൂടെ ഉള്ളത് ടിനിച്ചേട്ടനായിട്ടുള്ള ബന്ധവും കൂടിയാണ്. ഭയങ്കര നല്ലൊരു ബന്ധമാണ്, അതെനിക്കറിയാം. ടിനിച്ചേട്ടനായിട്ടും ഒക്കെ ഭയങ്കര, പിന്നെ കോമഡി ചെയ്യുന്ന ബാക്കി എല്ലാവരുമായിട്ടും, സിനിമാല ട്രൂപ്പും ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. എന്നിരുന്നാലും ടിനിച്ചേട്ടനായിട്ടുള്ള ബന്ധവും അതും. അവസാനം ഒരു 3 ദിവസത്തിനൊക്കെ മുമ്പാണ് ഇങ്ങനെ സുബി ഹോസ്പിറ്റലിലാന്ന് ടിനിയും ഒക്കെ അറിയണത്. പിഷാരടിയെ ഞാൻ വിളിച്ചു പറയുക, ഇത് KS പ്രസാദിനോടും പറഞ്ഞിട്ടുണ്ടായി. അതും അവസാനമൊക്കെ ആയപ്പോഴാട്ടോ പറഞ്ഞത്. സുബി അതും ഇങ്ങനെ ഓരോരുത്തർ പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പം അത് ശ്രീകണ്ഠൻ സാർ ഒരു പ്രോഗ്രാം സുബിയെ വെച്ച് ചെയ്യാനിരിക്കുകയായിരുന്നു. അത് ഒരു ചാറ്റ് ഷോ ആണ്. അത് സുബി അല്ലെങ്കിൽ ആരാറിനത് ഈ കൗണ്ടറും തന്നെയല്ല, അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് റെഡിയാക്കി വെച്ചിട്ട് ശനിയാഴ്ച ഷൂട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവിടെ വെച്ച് എന്നെ വിളിച്ചു, ചാനലിൽ നിന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് ആ ഷോ ശനിയാഴ്ച തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സുബി ഹോസ്പിറ്റലിലാണ്, ഒരു 10 ദിവസവും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അത് തന്നെയല്ല, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. അത് വേറെ ആരും ചെയ്താൽ ശരിയാവില്ല, അത് അവൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ സാറ് പറഞ്ഞു. അതൊക്കെ പിന്നെ അവരത് വേണ്ടാന്ന് വെച്ചു. കാരണം അത് ഇങ്ങനെ കൗണ്ടർ അടിക്കാൻ പറ്റണ്ടേ. കുട്ടിപ്പട്ടാളം പോലത്തെ വേറൊരു ചാറ്റ് ഷോ ആയിരുന്നു അത്. അങ്ങനെ അന്നേരമൊക്കെ പ്രോഗ്രാംസൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും കുറെ കാലം വെറുതെ ഇരുന്നിട്ട് ഒന്നുമില്ലാഞ്ഞിട്ട് ഇപ്പോൾ പ്രോഗ്രാംസ് എല്ലാം വേറെ ചാനലിൽ കുട്ടിപ്പട്ടാളം ക്ലാസ് തുടങ്ങാനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒന്ന് തുടങ്ങിയത് അപ്പോഴാണ് കൊറോണ വന്നത്, 2ാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അങ്ങനെ ഷോയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ഷോ ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ കൊച്ചിന് ജീവനോടെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു, വീട്ടിലിരുന്നാൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. ഏതൊരമ്മയും അങ്ങനെയല്ലേ വിചാരിക്കുക. ഏതൊരമ്മയും നമ്മൾ വിചാരിക്കുന്നത്, എൻ്റെ മോളെ എനിക്ക് എൻ്റെ കൂടെ അവളുണ്ടായിരുന്നാൽ മതിയായിരുന്നു, ഞാൻ അവളെ നോക്കിയേനെ എന്നുള്ളൊരു. ദൈവം അതിനെന്തോ നമുക്കൊരു ഇത് തന്നില്ല. അതാ. ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരു ഇന്റർവ്യൂ സുബി എടുത്തിരുന്നു. എല്ലാ കൊല്ലം എടുക്കും. അതിൻ്റെ തലേക്കൊല്ലം എടുത്തതുകൊണ്ട്, കേരള കൗമുദിയുടെ അതിൻ്റെ തലേക്കൊല്ലം എടുത്തതുകൊണ്ട് അത് ഇപ്പോഴും അതിരുന്ന് ഇടയ്ക്ക് അത് ഞാൻ കാണും. ബാക്കി സങ്കട വീഡിയോ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. ആ ഇന്നസെന്റിന്റെ വീഡിയോ അത് ഞാൻ കാണും എപ്പോഴും. അവളെ സുബി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവൾക്ക് ഏറ്റവും പേടി ഇന്നസെന്റ് ഏട്ടന്റെ ഇന്റർവ്യൂ എടുക്കാനാ. അതാണ് എനിക്ക് ആകെ ടെൻഷൻ, പേടി. വേറെ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സുബി ഭയങ്കര കൂളാ, അവൾക്കൊരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല, ഓക്കെ എന്താ ഞാൻ ചെയ്യാം, ആ ഒരു സ്റ്റൈലായിരുന്നല്ലോ. പക്ഷെ അവള് പറയും ഇന്നസെന്റ് ഏട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു അല്ലേ. കഴിഞ്ഞ ദിവസം ബൈജുവിനയുടെ വീട്ടിൽ രമ്യ പോയത് ഞാൻ കണ്ടു. ബൈജുവിന് ഒരു ഓണപ്പരിപാടിക്ക് വന്നിട്ട് സുബി എടുത്ത് വട്ടം കറക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഓർക്കണ്ടാവും. കഴിഞ്ഞ ദിവസം ധർമ്മുവിന്റെ വീട്ടിൽ പോയി, ധർമ്മഞ്ചേട്ടന്റെ വീട്ടിൽ പോയി. ഞാൻ കണ്ടിരുന്നു. ധർമ്മഞ്ചേട്ടന്റെ വീട്ടിൽ പോയപ്പോ ധർമ്മഞ്ചേട്ടൻ പറഞ്ഞു, എന്റെ വീട്ടിൽ എന്നെ ഫസ്റ്റ് ഹോം ടൂർ എടുത്തത് സുബിയാണ് രമ്യ. അന്ന് അവള് വന്നിട്ട് എന്നിട്ട് എന്റെ വീട്ടിൽ ഇന്റർവ്യൂ എടുത്തിട്ട് അവൾക്ക് എന്തോ ഒരു ബെല്ലൊക്കെ കിട്ടി. എന്റെ അടുത്ത് പറഞ്ഞു അത് എന്ത് സാധനം എന്ന് എനിക്ക് അറിയില്ല, എന്തോ ബെല്ലൊക്കെ കിട്ടി കേട്ടോ അവൾക്ക്. ഞാൻ പറഞ്ഞു ബെൽ ബട്ടൺ ഇങ്ങനെ, എന്തോ സാധനം അവൾക്ക് കിട്ടി. എന്നിട്ട് അവൾക്ക് അത് കുറെ സബ്സ്ക്രൈബേഴ്സ് ആയി, കുറെ ഇതായി. എന്നിട്ട് അവൾക്ക്
അതിനകത്ത് നിന്ന് അവൾക്ക് വരുമാനം വന്നു തുടങ്ങിയതിന് ശേഷം അവള് വീണ്ടും വന്നു, എനിക്കിപ്പോ പൈസയൊക്കെ എനിക്ക് അല്ല ഇത് ധർമ്മജനെ കാണിച്ചിട്ടേ പൊട്ടിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ പൊട്ടിക്കോളൂ എനിക്ക് അവിടെ കിട്ടി ചെന്ന് ആ ബെല്ല് വന്നിട്ട് അവള് വീണ്ടും വന്നു, രണ്ടാമതും ഹോം ടൂർ എടുത്തു, എന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് അതെല്ലാം ചെയ്തേ. അങ്ങനെ കഴിഞ്ഞ ദിവസം ധർമ്മൻ ചേട്ടനും പറയായിരുന്നു എല്ലാവർക്കും ഇന്നും ആർക്കും എന്താ പറയാ, അത് ഈ ധർമ്മജനും പിഷാരടിയും സുബിയും കൂടെയാണല്ലോ എല്ലായിടത്തും പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. സാജൻ വെള്ളൊരുത്തി ഉണ്ടാവും, ഇവർ 4 പേരും കൂടെ നടക്കണേ. അപ്പൊ ഈ ധർമ്മജനെ വലിച്ചുകൊണ്ട് നടക്കണതൊക്കെ സുബിയാണ്. ധർമ്മജനെ നയിച്ച് കൊണ്ടുപോണത്. സുബിയെ പേടിയുമാണ് അവർക്ക്. അങ്ങനെ അതെ അവളൊരു ഒരു ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, കറക്റ്റ് ഇതെല്ലാം എല്ലാം. പിഷാരടി ഉണ്ടെങ്കിൽ പേടിക്കണ്ട. പിഷാരടി പിന്നെ എല്ലാം അറിഞ്ഞു കണ്ടതൊക്കെ ചെയ്യും. ധർമ്മജന ഒന്നിനും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് സുബി കൊണ്ടടക്കും എയർപോർട്ടിൽ കൂടെയൊക്കെ. മരിച്ചപ്പം വരാൻ പറ്റാത്ത ഞാൻ ഉൾപ്പെടെ എനിക്കൊന്നും അന്നത്തെ ദിവസം നമുക്ക് എത്തിപ്പെടാത്ത കുറേ പേരുണ്ടായിട്ടുണ്ട് ലൈഫിൽ. പിന്നീട് അവരെയൊക്കെ കാണുമ്പോഴും പിന്നീട് അവർ വന്ന ആൻറ്റി കാണുമ്പോഴും വന്നു. മഞ്ജു വാര്യർ പിന്നെ വന്നു. അന്ന് സീമാജി നായർ പിന്നെ വന്നു. അന്നൊന്നും അവർക്ക് വരാൻ പറ്റില്ല. മഞ്ജു വാര്യരൊക്കെ വന്നാൽ അവിടെ റിമി വന്നിട്ട് തന്നെ അവിടെ ഈ ക്യാമറക്കാരുടെ വലിയ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർ പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മഞ്ജു വാര്യർ ഈ ഹസ്ബൻഡിന് ക്യാൻസർ വന്നതാണ്. ക്യാൻസർ വന്നപ്പോഴത്തേക്കും അതറിഞ്ഞിട്ട്, എന്നാൽ സുബിയായിട്ട് അന്ന് പരിചയമൊന്നുമില്ല, അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു. പുള്ളിക്കാരിയുടെ അച്ഛനും ക്യാൻസർ വന്നും കണ്ട മരിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്തെങ്കിലും. ഒന്നും വേണ്ട ചേച്ചി എന്ന് പറയാം. അപ്പോൾ ഇടയ്ക്കൊരു മെസ്സേജൊക്കെ എന്നിട്ട് ഇങ്ങോട്ട്, അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ വിളിച്ച് ചോദിക്കുമായിരുന്നു എന്തായി, മാറിയോ എന്നൊക്കെ. അത് മാറിയോന്നൊക്കെ എപ്പോഴും വിളിച്ച് ചോദിക്കുമായിരുന്നു. സുബിയുടെ കാര്യമൊന്നും പുള്ളിക്കാരത്തി അറിഞ്ഞിട്ടേ ഉണ്ടായില്ല. അതൊക്കെ കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. അങ്ങനെ ഓരോരുത്തർ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ആരും എന്നെ വിളിച്ചിട്ട് എന്ത് പറയാനാ? അതാണ് എന്താ നമ്മൾ പറയുക, എങ്ങനെ ഇതൊക്കെ സമാധാനിപ്പിക്കുക? നമുക്കെല്ലാം പിന്നെ എല്ലാം ശരിയാവും എന്ന് നമുക്ക് ചില സിറ്റുവേഷനിൽ പറയും. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. ഇനി നമ്മളത് ആ ഒരു റിയാലിറ്റി നമ്മളെ അവളും ചിന്തിച്ചിട്ടില്ല, ഞാനും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനൊക്കെ അറിയായിരുന്നു തോന്നുന്നു. അവർക്കൊക്കെ ഡൗട്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും കാലൊക്കെ മഞ്ഞ കളറായി ഇങ്ങനെ വന്ന് അപ്പൊ വീർത്ത്. അങ്കിളിന്റെ അടുത്ത് എങ്ങാനും ഡോക്ടർ സൂചിപ്പിച്ചിരുന്നോ? അതറിയില്ല, എന്തെങ്കിലും അവര് അതറിയില്ല. എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു പിന്നീട് ഒരു ദിവസം. പിന്നെ ഞാൻ ഇപ്പൊ ചോദിക്കാറില്ല. സുബിയുടെ ബ്രദറിനാണെങ്കിലോ അതിനറിയില്ല, അതിനെ അറിയിക്കാൻ പറ്റില്ല. അതിന് സുബിയുടെ അത്ര ധൈര്യമൊന്നുമില്ല. അത് ഇന്നെ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് തന്നെ ഇത് പറഞ്ഞിട്ടല്ല കൊണ്ടുവന്നതെന്നാണ് പറയണേ. അവനെ വേറെയും കണ്ടു പോവാന്നും പറഞ്ഞ് ഇവർ വിളിച്ചെണീപ്പിച്ച് 2 പേരും കൂടെയും അവരമ്മയും വൈഫും കൂടെ വിളിച്ചെണീപ്പിച്ച് എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോകാം എന്നും പറഞ്ഞ് വരുക ഇത്. വന്ന് അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കന്നേരം വന്നതൊന്നും അങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ അവിടെ കിടന്ന് അവിടെ വന്ന് ഇവരെല്ലാവരെയും കൂടെ കണ്ടപ്പോൾ അവനൊരു ഔട്ടായി. പിന്നെ അവനെ കൺട്രോൾ ചെയ്യാനായിരുന്നു പാട്. എങ്ങനെ അവൻ പിന്നെ അത് എങ്ങനെ അവന് എന്തോ പിന്നെ ഇപ്പോൾ ഓക്കെ ആയി, കുഴപ്പമില്ല. ഇപ്പം കൊച്ചുണ്ടല്ലോ, പിന്നെ കളിപ്പിച്ച് ആ കൊച്ചുകാരനാണ് ഞാനും ജീവിച്ചിരിക്കുന്നത്. സത്യം അതെല്ലാരും പറയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞു മനസ്സുകളുള്ളപ്പോൾ നമ്മളെ അറിയാതെ നമ്മുടെ മുഖത്തൊരു ചിരി വരണമെങ്കിൽ ആ പിള്ളേരുടെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴായിരിക്കും നമ്മളൊന്ന് അറിയാതെ ഒന്ന് ഇതാവുക, നമ്മളെ ഒരു നോർമൽ ലൈഫിലേക്ക് അവരെ ആയിരിക്കും കൊണ്ടുവരിക എന്നുള്ളത്. എങ്ങനെ നമ്മുടെ ഈ സംഭാഷണം തന്നെ എങ്ങനെ വൈൻഡപ്പ് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ഇതാക്കണമെന്ന് അറിയില്ല. ഇങ്ങനത്തെ എത്രയോ അമ്മമാരാണ്. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ പെയിൻ വരുന്നത് നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ദുബായിലൊക്കെ പോയി പ്രോഗ്രാം ചെയ്തിട്ടില്ലേ? പിന്നെ രമ്യയും ഞാനും അവളും എത്രയോ ഷോസ് നാട്ടിലും ചെയ്തിട്ടുണ്ട്, ദുബായിൽ പോയി ചെയ്തിട്ടുണ്ട്. അതേ പറഞ്ഞ അന്നത്തെ ഒരു സ്റ്റേജും ഇതും എന്നൊക്കെ പറയണതേ വേറെ തന്നെ ഒരു, അവളെങ്ങനെയായിരുന്നു അതൊക്കെ ഭയങ്കര ഇങ്ങനെ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ എന്തൊക്കെ ഇതായിട്ട് ഓരോന്നും ചെയ്ത് നടന്നിരുന്നത്. പക്ഷെ അവളവിടെ കിടന്നുകൊണ്ട് പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. തലേ ദിവസവും കൂടെ എന്നോട് പറയണത് ലോൺ അടയ്ക്കണ കാര്യങ്ങളും
അതിനെന്താ ചെയ്യണം, ഈ മാസം എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് നീ അതെല്ലാം ആലോചിക്കില്ലേ, അത് നമുക്ക് ആലോചിക്കണ്ട ഇപ്പം. അങ്ങനെയുള്ള കാര്യങ്ങളും പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങൾ, ദുബായ് വന്നിട്ടുണ്ട്, അത് എഗ്രിമെൻ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് വെച്ചത്. എന്തായാലും സുബിയുടെ ആ കഴിവും ഇതും എല്ലാം ഇനി ചെറുതിൽ ഉണ്ടാവുമായിരിക്കും. അതൊന്നും വലുതായി വരുമ്പോൾ ഞാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ അതിന് ആരോഗ്യത്തോടെ ഇരിക്കണം. നമ്മളും ഇപ്പൊ ആന്റി ഇപ്പൊ പറയണ ഭക്ഷണം കഴിക്കുന്നില്ല, എനിക്കും കഴിക്കാം, ഇങ്ങനല്ല. നമുക്ക് അവൾക്കൊരു അമ്മൂമ്മ വേണ്ടേ? അപ്പൊ നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ പറ്റുള്ളൂ. ഇനി എന്നെ ആർക്കാ ഇത്, അത് നമുക്ക് തോന്നുന്നതാണ്. നമ്മളില്ലാത്തപ്പം വിഷമിക്കുന്നത് പലരും ഉണ്ടാവും ആന്റി. അത് നമ്മളിതിപ്പം പിന്നീട് നമുക്കത് മനസ്സിലാവില്ല. ഓ ഞാനില്ലേലും, അത് ശരിയാണ്, ഞാനില്ലേലും ലോകം മുന്നോട്ട് പോകും, എല്ലാരും മുന്നോട്ട് പോകും. ഇപ്പൊ നമ്മളെല്ലാരും മുന്നോട്ട് പോകുന്നില്ലേ? പോവും. പക്ഷെ ആ പോകുന്നത് നമ്മൾ സന്തോഷത്തോടുള്ള ഒരു ഇതല്ല. ഇപ്പൊ സുബി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ ചിരിച്ചോണ്ട് ഇന്നിപ്പം നമ്മൾ പോയേനെ അല്ലേ? അതെ, നമുക്ക് എന്തൊക്കെയാ അതേപോലെ ഇവിടെ തന്നെയാണ്. ഇരുന്ന് എന്തെല്ലാം പറഞ്ഞേനെ. അതാ പറഞ്ഞേ, എന്തൊക്കെ പറഞ്ഞേനെ തമാശ ചെയ്താല്. അതേപോലെ ആന്റിയും അതുപോലെ തന്നെ ഇനി ആ ഇതില് തന്നെ പോവാതെ ആന്റിയും നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞിനും അവൾക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അമ്മൂമ്മ ഉണ്ടാവും കൂടെ, അച്ഛമ്മ ഉണ്ടാവും കൂടെ. അതും നല്ല രീതിയിൽ അപ്പൊ പോവല്ലേ ചെയ്യുള്ളൂ. നമ്മളെ വേണ്ടപ്പെട്ടവര് നമ്മുടെ കൂടെ, നമ്മളെ വേണ്ടപ്പെട്ട ഇങ്ങനെ വന്നിരിക്കാനൊക്കെ വിഷമമായതുകൊണ്ട് ഇവരൊത്തിരി നാളായി ഇങ്ങനെ എന്നെ വിളിക്കുകയും പറയും ഒക്കെ ചെയ്യണം. ഞാൻ ഓരോരോന്നിങ്ങനെ പറഞ്ഞും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചതാണ്. എനിക്ക് അങ്ങനെ ഒത്തിരി ചാനലുകാർ വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാനെങ്ങും പോയില്ല. ഇവർ പിന്നെ പുറകെ കൂടിയിട്ട് വിട്ടില്ല എന്നെ, അത് അങ്ങനെ ഇട്ടേച്ചു പോയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ വന്നതാണ് ഞാൻ. അല്ലെങ്കിൽ വേറെ ചാനലുകാരൊക്കെ വിളിക്കണ്ടാവും, എനിക്ക് അങ്ങനെ ഇരുന്ന് ചെന്ന് പറയാൻ പറ്റണില്ല. ഇതൊരു ഇന്റർവ്യൂ എന്നുള്ള ഇതിലല്ല, നമ്മളിങ്ങനെ സംസാരിച്ചു. സുബിയുടെ ആ ഒരു നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്ന ഒരു സാധനം അത് നമ്മൾ സംസാരിച്ചു പോയി. ഇത് എങ്ങനെ ഇതിനൊരു വൈൻഡപ്പ് എന്നുള്ള രീതിയിലില്ല, നമുക്ക് കാണാം ആൻറ്റി. ഇത് നല്ല രീതിയിൽ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാനും പറ്റുന്നില്ല, ഒന്നുമല്ല. പക്ഷെ ഇനി ആൻറ്റിയായിട്ടെങ്കിലും ഇതേപോലെ സുബി ചെയ്ത പോലെ നെഗ്ലക്ട് ചെയ്ത് സ്വന്തം ഹെൽത്തിനെ കളയാതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ, ഒന്നല്ല, ആ കുഞ്ഞിന് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനിയെങ്കിലും നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ആൻറ്റിയെങ്കിലും ഇനിയെങ്കിലും നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ. ശ്രമിക്കുന്നുണ്ട് മാക്സിമം. സുബി, നമ്മൾ പറയും മരിച്ചവര് നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. എന്നെ എന്താണെങ്കിലും കാണുന്നുണ്ടാവും. കാരണം അവൾക്ക് ഇതുവരെ ഒരു രഹസ്യങ്ങളോ ഒന്നും എന്നോട് പറയാത്തതൊന്നും എനിക്കറിയാം. അവളും അമ്മയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഡെപ്തിലുള്ള ഒരു ബന്ധമാണ് നിങ്ങളെന്നുള്ളത് എനിക്കറിയാം. അവൾ എൻ്റെ അടുത്ത് പറയും ചില രഹസ്യങ്ങളൊക്കെ പറഞ്ഞു, ഇതെന്റെ അമ്മയ്ക്ക് അറിയാം, അവള് പറയണ ഒരു കാര്യമാണ്. അപ്പം അവള് കാണുന്നുണ്ടെങ്കിൽ ആൻറ്റിയും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെയും മരുന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ആയിരിക്കില്ല കാണേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാത്തതിനാണ് അവൾ എന്നും എന്നോട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ഈ അസുഖം എന്താണ്ട് ഉള്ളിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് ഇത്രയും ആസ്പത്രിയിൽ പോയി കിടക്കുകയൊക്കെ ചെയ്തിട്ട് ആരും കണ്ടുപിടിച്ചില്ലേ എനിക്കറിയില്ല. ഞാൻ ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ രാത്രിയാകുമ്പോൾ ഒന്നും ചീത്ത പറയും. ഞാൻ നൈറ്റ് അങ്ങനെ ഫുഡ് കഴിക്കില്ല. അപ്പോൾ എന്നോട് പറയണം, അമ്മ എന്നെ സ്ലിം ഫുഡി ആയിട്ട് ഇതിന് പോകണ്ട, അമ്മ ആഹാരം കഴിക്കാണ്ടിരുന്നത്. അതുകൊണ്ടല്ല, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്. പക്ഷെ ഞാനാണ് കഴിക്കാണ്ടിരുന്ന് വെച്ചത്. പക്ഷെ അവൾ അന്നൊക്കെ കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവസാനമൊക്കെ ആയപ്പോൾ കഴിക്കലില്ലാണ്ടായി. ആ ഷൂട്ടിന് പോയാലും ആ SB ഗ്രാൻഡിലാണ് താമസിക്കുന്നത്, ആ ബൂഫയാണ്. അപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകണം. എന്തൊക്കെ കഴിച്ചു എന്ന് വരെ ഞാൻ ചോദിക്കാം, എന്ത് കഴിച്ചു? അപ്പോൾ ഞാനൊരു മുട്ട എടുത്ത് കഴിച്ചു, ഇങ്ങനെ എല്ലാം കഴിച്ചു. നുണ പറയണാണോ എന്നറിയില്ല, പിന്നെ എന്നെ സമാധാനിപ്പിക്കാൻ പറയണോ എന്നറിയില്ല. അപ്പം അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടാണ് പോണതൊക്കെ. ഉച്ചയാകുമ്പോഴത്തേക്ക് എന്നും ഇത്തിരി കഞ്ഞിയും അതുകൊണ്ടൊന്നും നമുക്ക് ശരീരത്തിന് ആവശ്യമൊന്നും കിട്ടണില്ലല്ലോ, ഒക്കെ അതൊക്കെ കഴിക്കുള്ളൂ. നമുക്കിവിടെ നിർത്താം. ആൻറ്റി എനിക്ക് പ്രോമിസ് തരണം, ഇനി ആൻറ്റിയായിട്ടും ഇതാവില്ല.